ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പാപ്പാക്കണം. ഓക്കെ ഓക്കെ. എന്താണ് മാധവൻ നായരുടെ ആവശ്യം? തൊഴിലെടുത്ത് ജീവിക്കാൻ പോലും മക്കൾ അനുവദിക്കുന്നില്ലല്ലോ. അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി ചെലവാക്കിയ പണം കോടതി തന്നെ തിരികെ വാങ്ങിത്തരണം. എനിക്കും എന്റെ ഭാര്യയ്ക്കും സമാധാനത്തോടെ ശേഷിച്ച ജീവിതകാലം കഴിക്കാൻ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. മാധവൻ നായരുടെ ആവശ്യങ്ങളും അനുഭവങ്ങളും പറഞ്ഞു തീർന്നിട്ടില്ല. എന്നാലും പ്രതിഭാഗം വക്കീലിന് എന്താ ബോധിപ്പിക്കാനുള്ളതെന്ന് കേൾക്കട്ടെ. ഇതെല്ലാം വെറും വീട്ടുകാര്യങ്ങളാണ് യുവർ ഓണർ. സാമാന്യം അഭിമാനമുള്ള ഒരച്ഛനും മക്കളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ കോടതിയിലേക്ക് വലിച്ചിഴക്കാറില്ല. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കാൻ പാടില്ല. എന്റെ കക്ഷികളായ പ്രകാശും മനോജും സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരാണ്. അവരെ അപമാനിക്കാതെ തീരെ വിലയില്ലാത്ത ഈ കേസ് തള്ളിക്കളയണമെന്ന് അപേക്ഷിക്കുന്നു. മാത്രമല്ല, എന്റെ കക്ഷി ഈ പറയുന്ന മാധവൻ നായരുടെ ഇളയ മകൻ മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മരുമകനാണ്. സമൂഹത്തിൽ ഇത്രത്തോളം ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നവർക്കെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ. അതെങ്ങനെ സാധ്യമാവും? 2007 ദി മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് സെക്ഷൻ 4. ഇതൊക്കെ വക്കീല് മറന്നോ? അച്ഛനമ്മമാരായാലും ഭാര്യ ഭർത്താക്കന്മാരായാലും മക്കളായാലും എല്ലാവർക്കും തുല്യമായ നീതി ലഭ്യമാക്കുകയാണ് കോടതിയുടെ ധർമ്മം. വാർദ്ധക്യകാലത്ത് മാതാപിതാക്കളെ മക്കള് സംരക്ഷിക്കണമെന്ന് നിയമം പറയുന്നില്ലേ? മാധവൻ നായരുടെ കേസില് ഇന്ന് സമൂഹം നേരിടുന്ന ഗുരുതരമായ ഒരു പ്രശ്നവും ഉൾപ്പെട്ടിട്ടുണ്ട്. അനാഥമാക്കപ്പെടുന്ന വാർദ്ധക്യം. മാധവൻ നായരുടെ കേസ് പഠിച്ച ശേഷം ഉചിതവും മാതൃകാപരവുമായ ഒരു വിധി പ്രഖ്യാപിക്കേണ്ട ഉത്തരവാദിത്തം കോടതിക്കുണ്ട്. മാധവൻ നായരുടെ പ്രായത്തെ മാനിച്ച് മറ്റു കേസുകളെ പോലെ ഈ കേസ് നീട്ടിവെക്കാവുന്ന ഒന്നല്ല. നാളെ തന്നെ വിചാരണ തുടരുന്നതായിരിക്കും. കേസ് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. വാദി ഒന്ന് നിക്ക. വക്കീലിന്റെ സാന്നിധ്യത്തിലല്ലാതെ പ്രതികളായ മനോജിനും പ്രകാശനും വാദിയായ മാധവൻ നായരോട് സംസാരിക്കാൻ പറ്റൂ? എന്തു വന്നാലും പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ. മക്കൾക്ക് ചെല്ലും ചെലവും കൊടുക്കുന്ന അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്. മക്കളുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ലോകത്തെ ആദ്യത്തെ അച്ഛനെന്ന ബഹുമതി നിങ്ങൾക്ക് തന്നെയായിരിക്കും. ആ ബഹുമതി ഞാൻ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു. മാനത്തെ കൊട്ടാ